ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 26-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം യുദ്ധപ്രാപ്തിയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു അംഗസംഖ്യ എടുക്കുക കാര്യമാണ് നമ്മൾ കണ്ടത്. 27-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യന് പുത്രന്മാരില്ലെങ്കിൽ അവരുടെ അവകാശം ആർക്ക് ലഭിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇവിടെ പുത്രിമാർക്ക് ലഭിക്കേണ്ട അവകാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ യഹോവയായ ദൈവം മോശ മുഖാന്തരം അവരോട് അരുളി ചെയ്യുന്നു. മോശ ദൈവത്തോട് അതിൻ്റെ ഹിതം ചോദിക്കുന്നു. അപ്പോൾ ദൈവം അരുളി ചെയ്യുന്നു, പുത്രനില്ലെങ്കിൽ പിതാവിൻ്റെ അവകാശം പുത്രിക്ക് ലഭിക്കണം, പുത്രിക്കില്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരന്മാർക്ക് ലഭിക്കണം, സഹോദരന്മാരില്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് ലഭിക്കണം, പിതൃ സഹോദരന്മാരുമില്ലെങ്കിൽ ആ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ബന്ധുവിന് ആ അവകാശം ലഭിക്കണം. അത് അന്യാധീനമായി പോകാൻ പാടില്ല. അതുകൊണ്ട് അതിന് അവകാശികളെ അവിടെ നിശ്ചയിക്കുകയാണ്. പിന്നീട് ഈ കാരണം പറഞ്ഞ് അവളുടെ ഇടയിൽ തർക്കമോ വഴക്കുകളോ ഒന്നും ഉണ്ടാകാതിരിക്കത്തക്കോണം അവളുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ദൈവം വ്യക്തമായ നിർദ്ദേശം കൊടുത്ത് ഇസ്രായേൽ ജനത്തെ വഴി നടത്തുന്നത് നമുക്കിത് കാണുവാൻ സാധിക്കും. ഇത് ഇസ്രായേലിലുള്ള ഒരു നിത്യനിയമമായി ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. 12-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മോശയ്ക്ക് ശേഷമുള്ള നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് നേരത്തെ ദൈവത്തിൻ്റെ കൽപ്പന വരുന്നതിന് മുൻപ് പാറയടിച്ച് വെള്ളം അദ്ദേഹം പുറപ്പെടുവിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, നീ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയില്ല. അഹ്റോൻ ഇതിനു മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് നമ്മൾ കണ്ടു. ഇനിയും മോശയുടെ സമയം അടുത്തു വരുന്നു. അപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, താമസം വിനാ ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടും. അദ്ദേഹം ദൈവാത്മാവുള്ള നല്ല ഒരു നേതാവാണ്. അപ്പം നമ്മളിവിടെ വായിക്കുന്നു, മോശ തനിക്ക് ശേഷം തൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാൻ പാടില്ല, എനിക്ക് പകരം മറ്റൊരു നേതൃത്വം ഇവിടെ ഉണ്ടാകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ ആഗ്രഹം ദൈവസന്നിധിയിൽ അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. മോശ മരിക്കുമെന്ന് പറയുന്നതിൽ മോശയ്ക്ക് ഇവിടെ ദുഃഖമോ നിരാശയോ ഇല്ല. കാരണം തന്നെ ആര് വിളിച്ചുവോ ആ ദൈവം തൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്നുള്ള ഉറപ്പ് മോശയ്ക്കുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് താൻ ശിക്ഷ അനുഭവിക്കാൻ താൻ ഇവിടെ തയ്യാറാണ്, ക്ഷമിക്കണമെന്ന് മോശ ഒരിക്കലും ദൈവത്തിലൂടെ ആവശ്യപ്പെടുന്നുമില്ല. അത് കാരണം താൻ മരിച്ചാൽ എവിടെ ചെല്ലുമെന്ന് മോശയ്ക്ക് നല്ല ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ധൈര്യമായി പറയുകയാണ്, എനിക്ക് ശേഷം ജനത്തെ നയിക്കുവാൻ ഒരാളെ വേണം. മോശയ്ക്ക് വേണമെങ്കിൽ മോശയ്ക്ക് 2 ആൺമക്കളുണ്ട് നമുക്കറിയാം. അവരുടെ ആരെങ്കിലും പേര് പറയാതെ ദൈവമേ എനിക്ക് ശേഷം എൻ്റെ മക്കൾ ഇവരെ നയിക്കട്ടെ എന്ന് മോശയ്ക്ക് പറയാം. മോശ അത് ചെയ്തില്ല. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക നമുക്കൊന്ന് ഊഹിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ ഒക്കെ പേരുകൾ നമ്മൾ പറഞ്ഞ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ അവിടെ ശുപാർശ ചെയ്യും. മോശ ഒരിക്കലും അതിന് തയ്യാറാവുന്നില്ല. കാരണം തന്നെ തിരഞ്ഞെടുത്ത ദൈവമാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പും ദൈവം തന്നെ നടത്തണം, താൻ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഈ ഒരു മനോഭാവം ഉണ്ടാകണമെങ്കിൽ ദൈവാത്മാവ് അതിശക്തമായി വസിക്കുന്ന മനുഷ്യനെ കൊണ്ട് മാത്രമേ അങ്ങനെ ചിന്തിക്കാനും പറയാനും സാധിക്കുകയുള്ളൂ. മോശ എന്ന നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. അദ്ദേഹത്തിന് ഒരു സ്വാർത്ഥതയുമില്ല. തനിക്ക് ശേഷം ആര് ജനത്തെ നയിക്കണമെന്നുള്ളത്, ആര് നേതാവാകണമെന്നുള്ളതിൽ ദൈവം തീരുമാനിക്കട്ടെ എന്നുള്ള വലിയ മനോഭാവം. അതാണ് ഒരു ദൈവപുരുഷൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ദൈവം അപ്പം ഒരു പേര് പറയുന്നു. നൂൻ്റെ മകനായ യോശുവയെ കുറിച്ച് പറയുന്നു. യോശുവയും കാലേബും മാത്രമാണല്ലോ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിയവരിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി എന്ന് നമുക്കറിയാം.
ദൈവം യോശുവയെക്കുറിച്ച് പറയുന്നൊരു സാക്ഷ്യം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ ദൈവാത്മാവ് അവനിൽ കുടികൊള്ളുന്നു. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവനായ മനുഷ്യനെ നീ അവനെ കൊണ്ടുവന്ന് അവൻ്റെ മേൽ നീ കൈവയ്ക്കുക, നിന്റെ പൗരോഹിത്യ നൽവരം അവനിലേക്ക് നീ പകർന്നുകൊള്ളുക. മോശ തൻ്റെ ആ പൗരോഹിത്യ നൽവരം ഇവിടെ വെച്ച് യോശുവയ്ക്ക് അവിടെ നൽകുകയാണ്. തനിക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ തക്കവണ്ണം. എന്നിട്ട് യഹോവ പറഞ്ഞു, അവനെ പുരോഹിതനായ എലിയാസാറിൻ്റെ അടുക്ക് കൊണ്ടുവരണം. കാരണം അഹറോൻ മരിച്ചു, ഇപ്പോൾ എലിയാസാറാണ് മഹാപുരോഹിതൻ. ഉറീമും തുമ്മീമും വെച്ച് ദൈവഹിതം അവൻ ആരാഞ്ഞറിയട്ടെ. മോശയോട് മാത്രം ദൈവം സംസാരിക്കുന്നത്. എന്നാൽ ജനം ഇത് വിശ്വസിക്കണമെങ്കിൽ ഉറീമും തുമ്മീമും വെച്ച് അവരുടെ മുന്നിൽ വെച്ച് അത് ചെയ്യണം. അതുകൊണ്ട് എലിയാസാറിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തു. യോശുവ അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ ജനം എല്ലാ കാര്യത്തിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണമെന്ന് യഹോവയായ ദൈവം മോശ മുഖാന്തരം ഇവിടെ അവരോട് അരുളി ചെയ്യുന്നുണ്ട്. മോശയ്ക്ക് എങ്ങനെ നിങ്ങൾ വിധേയപ്പെട്ടുവോ അതേപോലെ ജോഷുവയ്ക്ക് നിങ്ങൾ വിധേയപ്പെടണം. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ്. മോശയെ ദൈവം വിളിച്ചതുപോലെ തന്നെ, ദൈവം തിരഞ്ഞെടുത്തതുപോലെ തന്നെ ജോഷുവയെയും ദൈവം ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. വാസ്തവത്തിൽ മോശ എല്ലാ നേതാക്കന്മാർക്കും, പ്രത്യേകിച്ച് മതപുരോഹിതന്മാർക്ക്, ആ നേതൃത്വത്തിലുള്ളവർക്കൊരു മാതൃകയാകേണ്ട വ്യക്തിയാണ്. നാമും ഏതു കാര്യവും മോശയെപ്പോലെ ദൈവസന്നിധിയിൽ ഇത് സമർപ്പിച്ച് ദൈവഹിതം ആരാഞ്ഞ് അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ശ്രേഷ്ഠതയുള്ളവരായിട്ട് നമ്മൾ തീരുക, നല്ല നേതാക്കന്മാരായിട്ട് നമ്മൾ തീരുക. നമ്മുടെ സ്വാർത്ഥത ഒരിക്കലും ഇവിടെ വരുവാൻ പാടില്ല. മോശയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. താൻ മരിക്കാൻ തയ്യാറാണ്. തനിക്ക് ശേഷം മറ്റൊരാൾ വന്നുകൊള്ളട്ടെ, അതെല്ലാം മോശയുടെ ആഗ്രഹമാണ്. തൻ്റെ മക്കളുടെ പേരൊന്നും മോശ പറയാതെ ജോഷുവയുടെ പേര് ദൈവം നിർദ്ദേശിച്ചപ്പോൾ സന്തോഷത്തോടെ അതവിടെ സ്വീകരിക്കുകയാണ്. ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ, അതനുസരിച്ച് ജീവിതത്തെ നമുക്കും ക്രമപ്പെടുത്താം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകും.